ഇതെപ്പോ വന്ന്? ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? പിന്നെ ഞാൻ പറയുന്നതെല്ലാം കേട്ടു പറയുവാണോ? ഇതെന്നാ ഞാൻ പറയണെല്ലാം കേട്ടു പറയുവാണോ? ഓഹോ. എന്നാ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. അല്ല ഞാൻ കഴിച്ചു, ഭക്ഷണം കഴിച്ചു, സത്യം കഴിച്ചു. പറയാതെ അറിയാതെ നീ പോയതല്ലേ. ഏതവളോ പറയാതെ പോയതാ? പാടുവാൻ മറന്നു പോയി. ഇവിടെ എന്തോ എടുക്കുന്നേ? എടി ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെടി. ആദ്യം പോയ പാത്രം എല്ലാം കഴുകി വെച്ചേ, എന്നിട്ട് കിടന്നുറങ്ങാം. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യം ഞാൻ ആ വീടൊക്കെ അടിച്ചു വാരിയിട്ട് പാത്രം കിട്ടോളാം. ഓക്കെ? അതെ, ഞാൻ കുറച്ച് പ്ലാനിങ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, മൺഡേ നമ്മൾ ഷോപ്പിങ്ങിന് പോകും. ട്യൂസ്ഡേ നമ്മളൊരു ഔട്ടിങ്ങിന് പോകും. വെനസ്ഡേ നമ്മൾ നല്ലൊരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോകും. തേഴ്സ്ഡേ നമ്മൾ വീണ്ടും മോളെയും കൊണ്ടുവന്ന് പാർക്കിൽ കറങ്ങാൻ പോകും. ഫ്രൈഡേ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ച് ബന്ധുക്കാരെ വീട്ടിൽ കറങ്ങാൻ പോകും. സാറ്റർഡേ നമ്മൾ വീണ്ടും ഗ്രോസറി ഒക്കെ മേടിക്കാൻ ഒരു ഷോപ്പിങ്ങിന് പോകും. പക്ഷെ സൺഡേ നമ്മൾ എവിടെ പോകും? സൺഡേ നമുക്ക് പള്ളി വരെ ഒന്ന് പോയാലോ? അന്ന കാണിക്കാനാ? പിച്ചെടുക്കാൻ. അതെ, എനിക്ക് ഇത്ര പ്രായമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ എന്നെ ഇപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുവോ? അതാ സാബുല്ലേ? അതെങ്ങനെ മനസ്സിലായി? അങ്ങേർക്ക് ആക്രി കച്ചവടത്തിന്റെ പണിയാ. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഞാൻ രാവിലെ മുതൽ ചോദിക്കുക, അന്നേരം മുതൽ എന്റെ മുഖത്ത് നോക്കി വെക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചു കഴിഞ്ഞല്ലോ. എന്നാ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ? അതെന്തേ ചോദിച്ചു കഴിഞ്ഞു? എന്നാ ഞാൻ രണ്ട് കാര്യം ചോദിക്കട്ടെ? അത് ചോദിച്ചു കഴിഞ്ഞു. അതെങ്ങനെ? ഇപ്പോ നീ ഇത് കണ്ട? ആണുങ്ങൾക്ക് സംസാരിക്കുവാനും അവകാശങ്ങൾ രേഖപ്പെടുത്തുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നൊരു മഹാനായ കവി ഫേസ്ബുക്കിൽ എഴുതിക്കണം. നീ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ അഞ്ജു? അതിനിപ്പോ ഞങ്ങള് വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? എന്താ? അയാൾക്ക് എഴുതി വെക്കാനല്ലേ പറ്റുള്ളൂ, പറയാൻ പറ്റിയില്ലല്ലോ. ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കും, എന്റെ അടുത്തൊരു കിസും കുസും കൊണ്ട് വന്നേക്കരുത്. ചേച്ചി ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ പറഞ്ഞു മടുത്തു. ഹലോ. പറ മോനെ. അമ്മയുടെ മോക്കാണെങ്കിൽ ഒരു ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം അരുവ കൂടെ പോയിട്ടില്ല. തലയ്ക്കകത്താണെങ്കിൽ ആൾതാമസം പോലും ഇല്ല. അതിന് നീ എന്റെ മോളെ കൈ പിടിച്ചു തരാനല്ലേ പറഞ്ഞല്ലോ, അവിടെ തലച്ചോറൊന്നും ചോദിച്ചില്ലല്ലോ. അതെ, ഞാനൊരു കാര്യം ആലോചിക്കുമായിരുന്നു. ഈ കംപ്ലീറ്റും ഫിനിഷും തമ്മിലുള്ള എന്റെ അർത്ഥം എന്താ? രണ്ടും കഴിഞ്ഞു എന്നല്ല അർത്ഥം? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നീ എന്നെ കല്യാണം കഴിച്ചപ്പോ നിന്റെ ആഗ്രഹങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി, ശരിയല്ലേ? ഞാൻ നിന്നെ കല്യാണം കഴിച്ചപ്പോ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഫിനിഷായി. അഞ്ജു, എനിക്ക് ലോട്ടറി അടിച്ചാ നീ എന്തോ ചെയ്യും? ലോട്ടറി അടിച്ചാലോ? പകുതി നിങ്ങൾക്ക് തരും, ബാക്കി പകുതി കൊണ്ട് ഞാൻ എപ്പോഴും എന്റെ വീട്ടിൽ പോയെന്ന് ചോദിച്ചാ പോരെ? ആണോ? 20 റിയാൽ അടിച്ചിട്ടുണ്ട്. 10 റിയാൽ അതെ പിടിച്ചോ. 10 റിയാൽ ഞാനും എടുത്തു. പെട്ടെന്ന് പോക്കോ. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് ഒന്നാണ്. അതെന്താണെന്നറിയോ? കുറച്ച് നാളൂടെയൊക്കെ വെയിറ്റ് ചെയ്ത് നല്ലൊരു മോഡൽ കിട്ടിയേനെ. ഈ ജനലൊന്ന് കട്ടിലിടാൻ പറ്റുമോ? ഞാൻ എപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ പണി ഇല്ലാത്തവൻ എന്നെ ഇങ്ങനെ വാങ്ങി നോക്കൊണ്ടിരിക്കുക. അത് കുഴപ്പമില്ല, കുറച്ചു നേരം അവൻ സൂക്ഷിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും നിർത്താം. അവൻ തന്നെ കട്ടൻ ഇട്ടോളൂ. അതെ, എന്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമാണെങ്കിലേ എന്റെ അടുത്ത് പറയണം, അല്ലാതെ എന്റെ വീട്ടുകാരല്ലേ വിളിച്ചു പറയേണ്ടത്. അഞ്ജു, ഒരു ടിവിക്ക് കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ TV ഒരിക്കലും കംപ്ലൈന്റ് പറയില്ല. ആ TV ഉണ്ടാക്കിയ കമ്പനിയാണ് കംപ്ലൈന്റ് പറയുക. കൊറേ നേരം ആയല്ലോ, എന്നാ നോക്കുവാ? അല്ലടി, ഇതിന്റെ എക്സ്പയറി ഡേറ്റ് എവിടെയെന്ന് കാണാനില്ല. മാരേജ് സർട്ടിഫിക്കറ്റിൽ എവിടെ എക്സ്പയറി ഡേറ്റ് ഇരിക്കുന്നത്? ഒരു സാധനം ആകുമ്പോഴത്തേക്ക് അതിനൊരു എക്സ്പയറി ഡേറ്റ് കാണുമല്ലോ. അതിപ്പോ കണ്ടുപിടിച്ചിട്ടോ? നേരത്തെ എക്സ്പയർ ആയ എത്ര വേഗം തിരിച്ചുകൊണ്ട് കൊടുക്കാമല്ലോ.
cringe. ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് മുന്നിലേക്ക് പാസ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോ എത്തിയിട്ടുള്ളത്. അതെ, ഇമ്പോർട്ടന്റ് കാര്യമൊക്കെ ആണ് നിങ്ങളുടെ. എന്നാ പാത്രം കഴുകി വെച്ച് എന്നിട്ടാട്ടെ ഇമ്പോർട്ടന്റ് കാര്യം വരുന്നില്ലേ? ആ വരുക. ഹലോ ഗൈസ്, എന്റെ പേര് സജിൻ നിഷാൻ. എന്റെ പേര് സുബി സുനിൽ. ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. എന്റെ ചാനലിന്റെ പേര് സജിൻ നിഷാൻ അൺക്രൗണ്ട് കിങ് എന്നാണ്. എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് വേൾഡ് ഓഫ് സൈറാസ്. എല്ലാവരും എന്റെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇല്ല, എല്ലാവരും എന്റെ ചാനൽ വേണം കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ. എന്റെ ചാനൽ ഇതെന്റെ അക്കൗണ്ട്, എന്റെ ചാനലാണെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടെ രണ്ടുപേരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.